പിന്നെ സതീശൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നെ പ്രതിപക്ഷ നേതാവാക്കി തന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതോ ഒരു കോരനല്ലേ ഈ സതീശൻ. ഈ UDF-നെ തെരഞ്ഞെടുപ്പിൽ നയിച്ച ഒരാളാണ്. അയാൾക്ക് അനുകൂലമായി ജനവികാരം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതല്ലാതെ വേറെ എന്താണ് ഒരു UDF നേതാവിന് കൊടുക്കാവുന്ന മറുപടി? മുസ്ലിം ലീഗ് പരസ്യമായി പ്രഖ്യാപിക്കുകയാണോ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഞങ്ങളുടെ പിന്തുണ VD സതീശനാണ് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണോ? അല്ല, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ആ ചോദ്യത്തിന് തങ്ങൾ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? ഇതല്ലാതെ ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തങ്ങൾ മുഖ്യമന്ത്രി ആരാന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അതായത് ഇവിടുത്തെ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ജനവികാരം കൂടുതൽ പ്രതിപക്ഷത്തെ നയിച്ച VD സതീശനാണല്ലോ എന്ന് ചോദിച്ചാൽ അവിടെ എന്ത് മറുപടിയാണ് പറയുക? അല്ലാതാണോ പറയേണ്ടത്? ആ ചോദ്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഏകപക്ഷീയമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തങ്ങൾ അവിടെ പറഞ്ഞിട്ടില്ല, സതീശൻ്റെ പേര് തന്നെ പറഞ്ഞിട്ടില്ല. ആ ചോദ്യത്തിന് മറിച്ചൊരു മറുപടി പറയാൻ കഴിയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ല, മറിച്ചൊരു മറുപടി പറയാൻ കഴിയുമോ ചോദ്യത്തിൽ നമുക്ക് ഒരു ഡിബേറ്റ് ആവാം. ആ ചോദ്യത്തിൽ നിന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. ചോദ്യം ഇങ്ങനെയാണ്, ഞാൻ ആ ചോദ്യം വായിക്കാം. എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ പിന്തുണ VD സതീശനാണ്, അത് ജനവികാരമാണ് എന്ന് തോന്നുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ തങ്ങളുടെ മറുപടി അതെ, അത് അങ്ങനെ തന്നെയാണ്. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാകും. ജനവികാരത്തിന് അനുകൂലമായിട്ടാകും UDF ഒരു തീരുമാനം എടുക്കുക. ഇതാണ് തങ്ങളുടെ മറുപടി. അപ്പോൾ VD സതീശനാണ് ജനപിന്തുണ എന്നുള്ളതാണ് ജനവികാരം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു നോക്കുന്ന ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. അപ്പോൾ അടുത്ത ചോദ്യം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കടക്കം ആ ജനവികാരം പരിഗണിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വികാരം മനസ്സിലാക്കുന്നവരാണല്ലോ. അപ്പോൾ ജനവികാരം മാനിച്ചായിരിക്കും അവരൊരു തീരുമാനം എടുക്കുക. ഇതാണ് തങ്ങളുടെ മറുപടി. ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല. ആ ചോദ്യം ഒക്കെ കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് വളരെ കൃത്യമായി, വളരെ വ്യക്തമായി, ഞാനത് വിവാദത്തിന് ചോദിക്കുകയല്ല, വളരെ വ്യക്തമായി തന്നെ ജനവികാരം VD സതീശനൊപ്പമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സാദിഖ് അലി തങ്ങൾ. അതിനെ നിഷേധിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ആ ചോദ്യത്തിന് ഏതൊരു UDF നേതാവിനും ഇതല്ലാതെ വേറെ എന്ത് മറുപടിയാണ് പറയാനുണ്ടാകുക? ഇവിടുത്തെ സർവേ എക്സിറ്റ് പോൾ ഫലത്തിൽ ജനവികാരം മുഴുവനും സതീശനോടൊപ്പമാണെന്ന് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഓൾറെഡി ഇവിടെ UDF-നെ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച ഒരു ആ നേതാവിനെ ചുറ്റിപ്പറ്റിയാണ് ചോദ്യം വരുന്നത്. ജനവികാരം അദ്ദേഹത്തിന് അനുകൂലമാണല്ലോ ചോദിച്ചാൽ അല്ല എന്നാണ് പറയേണ്ടത്. ഏതൊരു UDF നേതാവിനും ആ ചോദ്യത്തിന് കൊടുക്കാനുള്ള മറുപടി അത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു പതിവ് രീതി ഇവിടെ ഉണ്ട്. അത് പിന്നീട് തങ്ങൾ പറയുണ്ടായി. അത് കോൺഗ്രസ്സാണ് തീരുമാനിക്കുക. മനസ്സിലായോ? അത് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് അനുസൃതമായി നിൽക്കുക. VD സതീശന് ഇവിടെ ജനവികാരം അനുകൂലമാണെന്നുള്ള ഒരു സർവേ ഫലം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതിനെ അവിടെ എന്താ, ഇതല്ലാതെ മറ്റെന്ത് ഉത്തരമാണ് പറയുക? പിന്നെ ഒഴിഞ്ഞു മാറി തിരിഞ്ഞു മാറി അതൊക്കെ ഗോവിന്ദമാഷ ശൈലിയാണ്. സാദിഖ് അലി തങ്ങളൊന്നും അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന ആളല്ല. മനസ്സിലാക്കണം. ഇതിൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിവാദമാക്കാൻ ഏത് രീതിയിലും ഇതിനെ ആഖ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യന് ഇങ്ങനെയല്ലാത്തൊരു മറുപടി ഏതൊരു സാദിഖ് അലി തങ്ങൾ മാത്രമല്ല UDF-ൻ്റെ ഏത് നേതാവിനോടും ഈ ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും ജനവികാരം സതീശന് അനുകൂലമാണെന്ന് സർവേ ഫലമുണ്ടല്ലോ ചോദിച്ചാൽ യെസ്, അതിന് അഡ്മിറ്റ് ചെയ്യല്ലാതെ വേറെ എന്താ ഒരു UDF നേതാവിന്, ഒരു UDF പ്രവർത്തകന് അതല്ലാതെ മറിച്ച് എന്ത് ഉത്തരമുള്ളത്? അല്ല, അത് മാത്രല്ല ശ്രീ ഷാഫിച്ചാരി അഭിലാഷ് പറഞ്ഞു ഒഴിഞ്ഞു മാറണമെന്നാ. അല്ല, വേണ്ട, ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറിയാൽ അതിന്റെ വ്യാഖ്യാനം എന്താ? അല്ല, ആ ജനവികാരം അനുസരിച്ചായിരിക്കും UDF തീരുമാനം എടുക്കുക. ആ ജനവികാരം മാനിച്ചായിരിക്കും കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു മര്യാദ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അല്ലേ? അതായത് അഭിലാഷേ, ഇത് നിങ്ങളെ കടുത്ത വിഷയദാരിദ്ര്യമാണ്. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ആരോട് ചോദിച്ചാലും, എന്നോട് ചോദിച്ചാലും UDF-ൻ്റെ ഒരു നേതാവിന് അനുകൂലമായ ഒരു ജനവികാരം ഉണ്ടല്ലോ ചോദിച്ചാൽ ഏതൊരു UDF നേതാവിൻ്റെയും ജനവികാരം, അനുകൂലമായ ജനവികാരം ആ നേതാവിനുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. അതിനാ ഉത്തരേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി ആരാന്ന് ലീഗ് കണ്ട് തീരുമാനിച്ചു, ലീഗ് ഇന്നാളെ കൂടെയാണ് എന്നുള്ളത് നിങ്ങളെ വ്യാഖ്യാനമാണ്. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി. പിന്നെ സതീശൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിപക്ഷ നേതാവാക്കി തന്ന ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതോ ഒരു കോരനല്ലേ ഈ സതീശൻ.
ഈ UDF-നെ തെരഞ്ഞെടുപ്പിൽ നയിച്ച ഒരാളാണ്. അയാൾക്ക് അനുകൂലമായ ജനവികാരം ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അതല്ലാതെ വേറെ എന്താണ് ഒരു UDF നേതാവിന് കൊടുക്കാവുന്ന മറുപടി? ശരി, അതാണ് ലീഗിന്റെ ആ കാര്യത്തിലുള്ള വിശദീകരണം ആവട്ടെ.